ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പണമുണ്ടാക്കാനായി കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ള മാർഗം സീറ്റുകൾ വിൽക്കുക എന്നതാണ്. നിയമസഭാ സീറ്റ് മുതൽ പാർലമെന്റ് സീറ്റും രാജ്യസഭാ സീറ്റുമെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് അഴിമതിയുടെ ഒരു പുതിയ മുഖം തുറന്നിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുചിത്ര ദേവിക്ക് മത്സരിക്കാൻ നിയമസഭാ സീറ്റ് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് 7 കോടിയോ മറ്റോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കൈപ്പറ്റിയെന്നാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ പരാതി നൽകിയിരിക്കുന്നത്, വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷുമാണ് ആരോപണ വിധേയരായിട്ടുള്ളവർ. ഇപ്പൊ പോലീസ് കേസ് എടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേവലം ഒരു ആരോപണം മാത്രമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ. ആരോപണം നേരിടുന്ന മൂന്നാമനെ സംബന്ധിച്ചാണെങ്കിൽ മകന്റെയും PAയുടെയും അദ്ദേഹത്തിന്റെ തന്നെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചുവെന്നാണ്. ഗൗരവ് കുമാർ തെളിവുകളുടെ ഭാഗമായി വാട്സാപ്പ് ചാറ്റുകളും മറ്റും പുറത്തുവിട്ടു. ഈ ആരോപണങ്ങളെ ശരിവെക്കും വിധം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അവരുടെ PAമാരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയതായും വാർത്ത കാണുന്നു. അപ്പോൾ ഈ കുംഭകോണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിലിനി ആരോപണമെന്ന് പറയാനാവില്ല, ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം. ഇത് തീർത്തും ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ബീഹാറിൽ നിന്നും ഇതേ പരാതി പുറത്തു വരുന്നു. ഇന്ന് വാർത്ത അതാണ്. ബീഹാറിൽ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ 90% പരാജയപ്പെടുകയാണ് ഇത്. അങ്ങനെ 90% സീറ്റുകളിലും പരാജയപ്പെടാൻ കാരണം യാതൊരു സ്വീകാര്യതയും യോഗ്യതയും ഇല്ലാത്തവരെ പണം വാങ്ങി സീറ്റ് കൊടുത്തത് കൊണ്ടാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ ഒരു MLA തന്നെയാണ് ഈ ആരോപണം, ഈ പരാതി ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുകയും നടപടി ഉണ്ടാവുമെന്ന് പറയുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ കൗതുകകരമായ ഒരു കാര്യം, ഏറെ പ്രാധാന്യമുള്ള നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കുംഭകോണത്തിന്റെ വാർത്ത. അതിൽ പണം വാങ്ങിയവരായി ആരോപിക്കപ്പെടുന്ന 2 പേർ മലയാളികൾ കൂടിയാണ്. പക്ഷെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മാധ്യമങ്ങളുടെ വക ഒരു കോൺഗ്രസ് സഹായം വാർത്ത കൊടുക്കുന്നവർ തന്നെ ഒന്ന് കൊടുത്തെന്ന് വരുത്തി ചടങ്ങ് തീർക്കുകയാണ്.